ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 1988 നടന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് 30 വാർഡുകളേ ഉള്ളൂ. അതില് 6 വാർഡുകളിൽ നിന്ന് വിജയിച്ച് 6 കൗൺസിലർമാരെ തിരുവനന്തപുരം നഗരസഭയിൽ എത്തിക്കുവാൻ അന്ന് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാന്, അതുപോലെ തന്നെ രാമയ്യര്, രാധമ്മ ശശിധരൻ, MS കുമാർ, വെങ്കിട്ടരാമൻ, ഇത്രയും പേര്, അങ്ങനെ 6 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ 6 2020 35 ഉയർന്നത്. അന്ന് ഞങ്ങൾ 6 പേരുമായി നഗരസഭയിൽ ചെല്ലുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ന് 2020 35 പേരുമായി ഭാരതീയ ജനതാ പാർട്ടി പ്രധാന പ്രതിപക്ഷമായപ്പോ കോൺഗ്രസുകാരുടെ സംഖ്യ വെറും 8. അപ്പൊ ഗ്രാഫ് കോൺഗ്രസിന്റെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, BJPയുടെ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നഗരസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നഗരഭരണം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള കരുത്ത് ഇന്ന് BJPക്ക് ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ മത്സരിക്കുന്നത് പേട്ട വാർഡിലാണ്. നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ നിന്നൊരു പ്രതീതിയെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 60-65% ആ വാർഡില് ഞങ്ങൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങൾ പലരും വിളിച്ചിരുത്തി ഞങ്ങളോട് സംസാരിക്കുവാൻ തയ്യാറാകുന്നത് തന്നെ ഒരു നല്ല സൂചനയുടെ ഭാഗമായി ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ രാവിലെ വോട്ട് ചോദിക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോ വളരെ മുതിർന്ന ഒരു സഹോദരൻ പറയാണ്, സാറേ, പണ്ട് കാളവണ്ടിയില് ഞാൻ പോയ റോഡുകളാണ് ഇന്ന് പേട്ടയിലും പെരുന്താനിയിലും ക്ഷീണ്ടേശ്വരത്തും ഒക്കെ കാണുന്നത്. അതെങ്കിലും ഒന്ന് മാറ്റി തരുവാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം 1942 തിരുവനന്തപുരം നഗരസഭ രൂപം കൊള്ളുന്നത്. ഇന്ന് 2025 ഏതാണ്ട് 80 വർഷം കഴിഞ്ഞിരിക്കുന്നു നഗരസഭ രൂപം കൊണ്ടിട്ട്. ഈ നഗരസഭ രൂപം കൊണ്ടിട്ട് ഇതുവരെ ഈ നഗരസഭ ഭരിച്ചത് BJPക്കാരല്ല, ഒന്നുകിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ അവര് നേതൃത്വം നൽകുന്ന മുന്നണി, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാര് അവര് നേതൃത്വം നൽകുന്ന മുന്നണി. ഈ 2 കൂട്ടരാണ് കഴിഞ്ഞ 80 വർഷത്തിലധികം ഈ നഗരസഭ ഭരിച്ചത്. അപ്പൊ ആ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങളോട് പറയുകയാണ്, പൊന്നു തമ്പുരാന്റെ കാലത്ത്, പൊന്നു തമ്പുരാൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ശ്രീ തിരുനാൾ മഹാരാജാവിനെയാണ്, പൊന്നു തമ്പുരാന്റെ കാലഘട്ടത്തിലുണ്ടായ പരിഷ്കാരങ്ങളല്ലാതെ ഇന്ന് എന്തോന്നാണ് തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഞങ്ങൾ അത് സമ്മതിച്ചു. കാരണം സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ ബഹുമാന്യനായ മോഡിജി നൽകിയ 500 കോടിയിൽ പരം ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ചില പരിഷ്കാരങ്ങള് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ തിരുവനന്തപുരത്തിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, അകത്തുള്ള വാർഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് കാണുന്നത് മുഴുവൻ പഴയ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഓടുകളും ഒക്കെയാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ ടാക്സ് കൊടുക്കുന്നതിന്റെ ഒരു വീതം ഡ്രെയിനേജ് സംവിധാനത്തിനാണ്, മറ്റൊരു വീതം വൈദ്യുതി, വിളക്ക്, പ്രകാശത്തിന് വേണ്ടിയിട്ടാണ്, വേറൊരു ഭാഗം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഞാന് പോയ പല സ്ഥലങ്ങളിലും ഇത്രയും പരിഷ്കൃതമായ ഒരു നഗരമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ട് പോലും പേട്ടയിൽ പലയിടത്തും ഡ്രെയിനേജ് എത്തിച്ചേർന്നിട്ടില്ല. ഞാൻ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ നികുതി കൊടുക്കുന്നവരാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഈ നികുതിയുടെ ഒരു ഭാഗം ഡ്രെയിനേജിന് ആയിട്ട് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കി തരണം എന്ന്. അപ്പൊ അവര് പറയുകയാണ്,
സാറേ, ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റോഡിൽ കൂടെ നടക്കാൻ കഴിയാത്ത ഒരു ഗതികേട് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദാരിദ്ര്യം ഇല്ലാത്ത കേരളമായി എന്ന് സഹാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ എന്റെ വാർഡിൽ പോയി, അവിടെ ചിറ്റാറ്റിങ്കര എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ചെന്നപ്പോ ഒരു വീട് കണ്ടു. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീടെന്ന് പറയുന്നത് 6 ഫ്ലക്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട്. ഈ 6 ഫ്ലക്സ് കൊണ്ടുണ്ടാക്കിയ വീടിനകത്ത് ഒരമ്മ, അച്ഛൻ, ഒരു മോള്, ഇത്രയും പേര് കഴിയുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുപോയി. കാരണം വസ്തു വാങ്ങിക്കാനായിട്ട്, അതുപോലെ തന്നെ ഭവനം നിർമ്മിക്കാനായിട്ട് ഒക്കെ പദ്ധതികൾ നഗരസഭയിലുണ്ട്. ഈ പദ്ധതികൾ യഥാസമയം അവിടെ എത്തിക്കുവാൻ അവിടുത്തെ ജനപ്രതിനിധി കഴിയാത്തതും ഇതിന്റെ ഒരു കാരണമാണ്. ഞാൻ അപ്പോ അവരോട് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞു. ഞാൻ പേട്ട വാർഡിന്റെ തൊട്ടടുത്തും ഉള്ള പാൽക്കുളങ്ങര വാർഡിലാണ് 4 പ്രാവശ്യം കൗൺസിലറായി. ഓരോ പ്രാവശ്യം കൗൺസിലർ ആവുമ്പോൾ എന്റെ ഭൂരിപക്ഷം 500-നും 600-നും അപ്പുറം പോവുക. ഇതിന് കാരണം അവിടുത്തെ BJP-ക്കാര് മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല, അവിടുത്തെ LDF-കാരും UDF-കാരും BJP-യുടെ ജനപ്രതിനിധിക്ക് അംഗീകാരം നൽകിയത് കൊണ്ടാണ് എനിക്ക് 4 പ്രാവശ്യം തുടർച്ചയായിട്ട് പാൽക്കുളങ്ങര വാർഡിലെ ജനപ്രതിനിധിയായി മാറാൻ കഴിഞ്ഞത്. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഗുരുനാഥന്മാര് ദീനദയാൽജി ഉൾപ്പെടെയുള്ളവര് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. ആ ഗുരുവചനം ശിരസ വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വാർഡിൽ പണിയെടുക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ UDF എന്നോ LDF എന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പിലുള്ളത് സാമാന്യ ജനങ്ങൾ മാത്രമാണ്. അവർക്ക് നേരിടുന്ന കഷ്ടതകൾ ശരിക്കും മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുവാൻ എങ്ങനെ സാധിക്കും എന്ന് മനസ്സിരുത്തി ശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് പാൽക്കുളങ്ങര വാർഡിൽ 4 പ്രാവശ്യം എന്നെ തെരഞ്ഞെടുത്തത്. ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല. ഇതാ ശ്രീമാൻ MR ഗോവൻ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ 4ാമത്തെ പ്രാവശ്യം ഇപ്പൊ തെരഞ്ഞെടുക്കാൻ പോവുക. അതുപോലെ പല BJP കൗൺസിലർമാരും അവരുടെ വാർഡുകളിൽ വീണ്ടും 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 തെരഞ്ഞെടുക്കപ്പെടുക. കാരണം കണ്ടുമടുത്ത LDF-ന്റെയും കണ്ടുമടുത്ത UDF-ന്റെയും പ്രവർത്തനങ്ങളിൽ നിരാശരായ ജനങ്ങളാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന BJP-യുടെ പ്രതിനിധികൾക്ക് വോട്ട് കൊടുത്ത് അവരെ നഗരസഭയിൽ എത്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ പ്രാവശ്യം തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ നഗരം ലോകത്തിലെ തന്നെ അത്യുന്നതമായ ഒരു മെട്രോ നഗരമാക്കി മാറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും എന്നുള്ള സംശയമൊന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാലിന്യ സംസ്കരണം ആകപ്പാടെ താറുമാറില്ല. ഒരു ഏജൻസി എന്ന് പണിമുടക്കുമോ അന്ന് ആ വാർഡിലെ മാലിന്യ നിർമ്മാർജ്ജനം അവതാളത്തിലാവും. ഈ ഇടയ്ക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇത് ഓരോ ഏജൻസികളാണ് ഈ മാലിന്യം കൊണ്ടുപോകുന്നത്. അവരെവിടെ കൊണ്ടുപോകുന്നു എന്നൊക്കെ അത് വീഡിയോയിൽ കണ്ടതാണ്. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അടുത്ത കാലത്ത് അത് പിടിക്കുകയൊക്കെ ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസി പണിമുടക്കിയാൽ അവർക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർഡിലെ മാലിന്യ സംസ്കരണം അവതാളത്തിലാണ്. ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം വേണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. നാളിതുവരെ നടപടിയെടുക്കുവാൻ ഈ മാറി മാറി വന്ന നഗരസഭ ഭരിക്കുന്ന LDF-കാർക്കോ UDF-കാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം അവശേഷിക്കുക. അതുപോലെ ഈ കഴിഞ്ഞ 2022 മാർച്ച് 12-ാം തീയതി കൂടിയ കൗൺസിലില് BJP-ക്കാരെ ഒരു കാര്യം ഉന്നയിച്ചു. ഇവിടുത്തെ തെരുവ് നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടെ, ലുലു മാൾ എന്ന് പറഞ്ഞ സ്ഥലം. ആ ലുലു മാളിന്റെ തൊട്ടു പുറകെ തിരുവല്ലം 6-ന്റെ സമീപത്തായിട്ട് 220 ഏക്കർ ഭൂമി നഗരസഭയുടെ അധീനതയിലുണ്ട്. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച്
അതിന്റെ സർവേ നമ്പർ മുഴുവൻ എടുത്ത് ഞങ്ങൾ കൗൺസിൽ ആവശ്യപ്പെട്ടു. ആ 220 ഏക്കർ നഗരസഭയുടെ ഭൂമി അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കെന്നൽ ക്ലബ്ബ് ആരംഭിക്കണം. മൈസൂറിലും ഗുജറാത്തിലും ഉള്ളതുപോലെ ഒരു വലിയ ആ പ്രദേശം മുഴുവൻ ഒരു വലിയ മതില് കെട്ടി ഇവിടത്തെ ഈ നായ്ക്കളെ മുഴുവൻ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ മുഴുവൻ അവിടെ കൊണ്ട് പാർപ്പിക്കണം. അവയ്ക്ക് ഭക്ഷണം കൊടുക്കണം, കൊല്ലാനല്ല പറയുന്നത്, കാര്യക്ഷമമായിട്ട് അവരെ സംരക്ഷിക്കണം. ഇവിടുത്തെ നായ്ക്കളുടെ ശല്യം നേരത്തെ പറഞ്ഞ പോലെ 7000 ചില്ലുവാന നായ്ക്കളാണ് ഉള്ളത്. ആ നായ്ക്കളുടെ ശല്യം അങ്ങനെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. ഇത് BJP-ക്കാര് സഭയിൽ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരം കൊണ്ട് മാത്രം ഇന്നത്തെ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഇത് നടപ്പാക്കുവാൻ തയ്യാറായില്ല എന്നുള്ളത് വേദനയോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്നെ നമ്മൾ ഇവിടെ പരിഹരിക്കപ്പെടേണ്ടതാണ് ഈ നായ്ക്കൽ ശല്യം. അതുപോലെ തന്നെ ഡ്രെയിനേജ് സംവിധാനം. ആദ്യത്തെ 30 വാർഡുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 30 വാർഡുകളിൽ പോലും ഡ്രെയിനേജ് എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ പേട്ടയിൽ മത്സരിക്കുമ്പോ പല സ്ഥലത്ത് പോകുമ്പോഴും അവർ പറയുന്ന പരാതി ഇവിടെ ഡ്രെയിനേജ് ഇല്ല. അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടമാണ് നമുക്ക് തോന്നുന്നത്. ടാക്സ് കൊടുത്തിട്ട് ഈ 80 വർഷത്തോളം ഇവന്മാര് ഭരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഡ്രെയിനേജ് പോലും ആ പ്രദേശത്ത് എത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖ സത്യം അവശേഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വേദനയോടെ പറയുന്നു മറ്റൊന്ന്, കുടിവെള്ളം. രാവിലെ പല വീട്ടുകാരും പറയുന്നത് 10 മണി വരെ അല്പം വെള്ളം കിട്ടും. 10 മണി കഴിഞ്ഞാൽ പൈപ്പ് തുറന്ന ഷൂ എന്നുള്ളൊരു ശബ്ദമാണ്. പിന്നെ 4 മണി വരെ വെള്ളമില്ല. പലരും കഷ്ടപ്പെടുകയാണ്. ഈ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ മഴ പെയ്താൽ, മാനത്ത് മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിനടിയിലാണ്. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ ഇതിന് തൊട്ടടുത്ത് തെക്കനങ്കര ഓട എന്ന് പറഞ്ഞൊരു ഓടയുണ്ട്. അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിക്കടിയിലാണ്. ഇതുപോലെ മഴ പെയ്താൽ വെള്ളം ഒഴുകി പോകുന്ന രീതിയിലാണ് തിരുവനന്തപുരം നഗരം. 7 കുന്നുകളുടെ മുകളിലുള്ളതാണ് തിരുവനന്തപുരം നഗരം. ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഈ ജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനം. അതില്ലാതാക്കി കാലാകാലങ്ങളിൽ ഈ നഗരം ഭരിച്ച LDF-കാരും UDF-കാരും